സംസ്ഥാനത്ത് ഒരാൾ കൂടി ഷിഗല്ല ബാധിച്ചു മരിച്ചു. പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ സ്വദേശിയാണ് മരിച്ചത്. ജൂലൈ 1-നായിരുന്നു മരണം. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 6 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പത്തനംതിട്ടയിൽ ആദ്യ ഷിഗല്ല കേസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മന്ത്രി PC വിശ്വനാഥിന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. രോഗബാധിതയായ പെൺകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പെൺകുട്ടിയുടെ സഹോദരങ്ങൾക്ക് രോഗബാധയില്ലെന്നും മന്ത്രി പറഞ്ഞു. കുടുംബാംഗങ്ങൾക്ക് ആർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് രോഗബാധ ഉണ്ടായതെന്നാണ് അനുമാനം. പ്രിയദർശിനി സൗജന്യ യാത്രയിൽ സുപ്രധാന നീക്കവുമായി സർക്കാർ. KSRTCയിൽ സ്ത്രീകൾക്കായി നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ സുപ്രധാന നീക്കവുമായി സംസ്ഥാന സർക്കാർ. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ പുരോഗതിയെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാനാണ് തീരുമാനം. പദ്ധതി നടപ്പാക്കിയതിലൂടെ സ്വകാര്യ ബസ് മേഖലയ്ക്കുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും കനത്ത നഷ്ടത്തെക്കുറിച്ചും ഈ സമിതി വിശദമായി പഠിക്കും. ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ചർച്ച ചെയ്യുന്നതിനായി ഈ മാസം 13-ാം തീയതി സ്വകാര്യ ബസ് ഉടമകളുമായി സർക്കാർ പ്രത്യേക ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയതോടെ വരുമാന നഷ്ടമുണ്ടാകുന്നുവെന്ന് ആരോപിച്ച സ്വകാര്യ ബസ് ഉടമകൾ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. നടുറോഡിൽ യുവാവിനെ മർദ്ദിച്ചു. കൊരട്ടി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. യുവാവിനെ അന്യായമായി തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തെന്ന പരാതിയിൽ കൊരട്ടി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരം സ്വദേശിയായ ബിനുകുമാറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. വെസ്റ്റ് കൊരട്ടി കണ്ടൻകാവിൽ വീട്ടിൽ ഉദയകുമാറിന്റെ മകൻ സിദ്ധാർത്ഥ് നൽകിയ പരാതിയിലാണ് നടപടി. ഇക്കഴിഞ്ഞ 30-നാണ് കേസിനാസ്പദമായ സംഭവം. കൊരട്ടി ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്ന സിദ്ധാർത്ഥിനെ ബാറിൽ അടിപിടിയുണ്ടാക്കിയ ആളെന്ന് പറഞ്ഞ് അസഭ്യം പറയുകയും കഴുത്തിലും കവിളിലും നെറ്റിയിലും മൂക്കിന് മുകളിലും മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി FIR-ൽ പറയുന്നു. തുടർന്ന് യുവാവിന്റെ മൊബൈൽ ഫോൺ, ചാർജർ, ഹെഡ്സെറ്റ് എന്നിവ നിലത്തെറിഞ്ഞ് തകർത്തതിലൂടെ ഏകദേശം 25,000 രൂപയുടെ നാശനഷ്ടം വരുത്തിയതായും പരാതിയിലുണ്ട്. തിരുവനന്തപുരത്തെ തട്ടുകടകളിൽ പരിശോധന നടത്തി കോർപ്പറേഷൻ. നഗരസഭാ സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. 12 സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു നഗരത്തിലെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയത്. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്താനാണ് പരിശോധന. വഴുതക്കാട്, ബേക്കർ ജംഗ്ഷൻ, യൂണിവേഴ്സിറ്റി കോളേജ് പരിസരം, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ തട്ടുകടകളിലാണ് പരിശോധന നടന്നത്. ഇതിന് പിന്നാലെ വഴുതക്കാടിലെ 4 കടകൾക്ക് നോട്ടീസ് നൽകി. ഈ മാസം 10-ന് തട്ടുകടകൾ നടത്തുന്നവർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിക്കാനും തീരുമാനമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിൽ വെച്ചാണ് പരിശീലനം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാരന് തെരുവുനായയുടെ കടിയേറ്റു. പാരിപ്പള്ളി സ്വദേശി റെജിനാണ് കടിയേറ്റത്. വാട്ടർ അതോറിറ്റി ആറ്റിങ്ങൽ സെക്ഷന് കീഴിലെ ജീവനക്കാരനാണ് റെജിൻ. ഇന്ന് വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. പമ്പ് ഹൌസിൽ ജോലിക്കിടെ തെരുവുനായ കാലിൽ കടിക്കുകയായിരുന്നു. അതേ നായ പ്രദേശത്ത് മറ്റ് തെരുവുനായക്കളെയും കടിച്ചിട്ടുണ്ട്. കാലിന് പരിക്കേറ്റ റെജിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു.